ഒരു പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് പോവുകയാണ്. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് CPIയുടെ റിപ്പോർട്ട്. UDFന് അനുകൂലമായി രാഷ്ട്രീയം മാറ്റിയത് ഭരണവിരുദ്ധ വികാരമുണ്ടാക്കി എന്ന് പറയുന്നു. തോൽവിക്ക് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ചു. ന്യൂനപക്ഷങ്ങൾ അകന്നത് തിരിച്ചടിയായി UDF ആണ് മെച്ചമെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി. അതുമാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയം പാളി എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ CPIയുടെ ഭാഗത്തു നിന്നും വരുന്നു. CPIയുടെ സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടുണ്ട്. റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് ഈ വിമർശനം വരുന്നത്. സ്ഥലങ്ങളും എടുത്ത് പറയുന്നുണ്ട്, മണ്ഡലങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ചടയമംഗലത്തും ചാത്തന്നൂരും വൈക്കത്തും നാദാപുരത്തും ഒക്കെ സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടുണ്ട്. ചടയമംഗലത്ത് ചിഞ്ചുറാണി സഖാക്കൾക്ക് സ്വീകാര്യമായിരുന്നില്ല. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ CPIയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനമായി വരുന്നത്. അതായത് ഭരണവിരുദ്ധമുണ്ടായി സംസ്ഥാനത്ത്, അത് തോൽവിക്ക് വലിയ കാരണമായി എന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട് അത് CPIയുടെ ഭാഗത്തു നിന്നും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സ്റ്റെഫിൻ, അങ്ങനെ ഒന്നൊന്നായി കാരണങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ CPIയും പ്രധാനമായിട്ടും തിരിച്ചറിയുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള വലിയ പാളിച്ചകൾ എന്ന് ഇപ്പോൾ CPIയും മനസ്സിലാക്കിയിരിക്കുന്നു. CPIയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന യോഗങ്ങളിൽ ഉയർന്നു വന്ന വിലയിരുത്തലുകളാണ് ഭരണവിരുദ്ധ വികാരം വലിയ തരത്തിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് CPI ആണ് ആദ്യം വിലയിരുത്തിയത്. അപ്പോഴും അത് അംഗീകരിക്കുന്നതിന് വേണ്ടി CPM തയ്യാറായിരുന്നില്ല. പിന്നീടാണ് നേതൃയോഗങ്ങളെല്ലാം ചേർന്ന് ഈ പൂർണ്ണമായി താഴെത്തട്ടിലുള്ള വിലയിരുത്തലൊക്കെ പഠിച്ചുകൊണ്ട് അത് ഭരണവിരുദ്ധ വികാരമെന്ന് നേരിട്ട് പറയുകയല്ല, ഒന്ന് മയപ്പെടുത്തി പറയുന്ന സമീപനമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ CPIയെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ അവർ എടുത്തിരുന്ന ഒരു നിലപാട് വലിയ തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തിരിച്ചടിയായിട്ടുണ്ട്. ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്, ഭരണ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിൽ ഇടതുമുന്നണി വലിയ പരാജയമായിരുന്നു എന്നുള്ളതാണ് CPI ഇപ്പോൾ വിലയിരുത്തുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം, ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടു. ന്യൂനപക്ഷങ്ങൾ അകന്നത് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് CPI വിലയിരുത്തുന്നത്. ഒപ്പം മണ്ഡലങ്ങൾ എടുത്ത് വിലയിരുത്തിക്കൊണ്ടാണ് CPI മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും ചടയമംഗലം, ചാത്തന്നൂർ, വൈക്കം, നാദാപുരം ഈ മണ്ഡലങ്ങളിലൊന്നും CPI സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്ന് വിചാരിച്ചിരുന്നതല്ല. അപ്രതീക്ഷിതമായ പരാജയമാണ് അവിടെയെല്ലാം ഉണ്ടായത്. അവിടെയെല്ലാം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ CPI ഒരു കാര്യങ്ങൾ വിമർശനങ്ങൾ അത് വെളിപ്പെടുത്തുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ്, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ പാളിച്ച സംഭവിച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ അത് ശക്തമായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.